എല്ലാവർക്കും ഷെജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ബർഗർ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. 4 സ്ലൈസ് ബ്രെഡ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബർഗർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബർഗറിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ബർഗറിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം ഇത് ബർഗറിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി കോഴിമുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബർഗറിൻ്റെ പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പാറ്റീസും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ബെന്നൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബെന്നൊന്ന് വെച്ച് കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബർഗർ സെറ്റ് ചെയ്തെടുക്കാം. ബർഗർ ബണ്ണിലേക്ക് മയോനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലിറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഒരു സ്ലൈസ് തക്കാളി, ഫ്രൈ ചെയ്ത ബർഗർ വെച്ച് കൊടുക്കാം. ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഓംലേറ്റ് വെച്ച് കൊടുക്കുന്നവർക്ക് വെച്ച് കൊടുക്കാം. സവാള വേണമെങ്കിലൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇനി ഒരു സ്ലൈസ് ബന്നും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബർഗറും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ബർഗർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഒലിവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ബർഗർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടായ പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബർഗർ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബർഗർ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബർഗറൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ.
ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.